blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇതുവരെയുള്ള എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത, ഇതുവരെ കണ്ടിട്ട് പോലുമില്ലാത്ത പല രാജ്യങ്ങളിൽ, പല ഭൂഖണ്ഡങ്ങളിലായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ഇന്ന് സ്പോൺസർ ചെയ്തിട്ടുള്ളവരോടും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. നമുക്ക് ഈ സമയത്ത് ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ സ്പോൺസേഴ്സിനായി ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അങ്കമാലിയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഭർത്താവിനെ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് യേശു കർത്താവിൻ്റെ രക്ഷ താൻ സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബജീവിതത്തെ, അവരുടെ ആത്മീയ ജീവിതത്തെ, സാമ്പത്തികത്തെ, സകലത്തെയും അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് കർത്താവെ അനുഗ്രഹിക്കുന്നു. വചനത്തിലെ നന്മകളും അനുഗ്രഹങ്ങളും അവരുടെ മേൽ വന്നിറങ്ങട്ടെ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അടുത്ത ഒരു സ്പോൺസർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കൊടുമണ്ണിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൾ ജുവലിൻ്റെ 4th ബർത്ത്ഡേ നാളെയാണല്ലോ കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് ആ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ആ മകളുടെ ജീവിതത്തിലേക്ക് സകല കൃപകളും അനുഗ്രഹങ്ങളും ഈ പുതിയ വർഷത്തിൽ നന്മകളും കൊണ്ട് അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വെൽവിഷർക്ക് കുവൈറ്റിൽ നല്ലൊരു ജോലി എത്രയും വേഗം ലഭിക്കുവാൻ ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബ്രദറിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്ദീപ് എന്ന ആ സഹോദരന് നല്ലൊരു ജോലി വിദേശ രാജ്യത്ത് കർത്താവെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരിയുടെ മകൾ നിക്സയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 10th സ്റ്റാൻഡേർഡ് നല്ല ഒരു വിജയം കർത്താവ് ആ പൈതലിന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. അങ്ങയുടെ നാമത്തിൽ ഈ കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ് ജുവൽ. കർത്താവ് മോളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. റാന്നി ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 19 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വളയനാട് ഓഡിറ്റോറിയം, മാമുക്ക്, റാന്നി. കിളിമാനൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 20 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, കിളിമാനൂർ, തിരുവനന്തപുരം. സിസ്റ്ററിൻ്റെ പേര് അൽഫോൺസ എന്നാണ്. തൻ്റെ തൊട്ടുപുറത്ത് നിൽക്കുന്ന തൻ്റെ മകൾ അന്ന രശ്മ. ആ സിസ്റ്ററിന് 39 വയസ്സുണ്ട്. താൻ പറയുന്നത് ഇങ്ങനെയാണ്: തനിക്ക് 12ാമത്തെ വയസ്സിൽ താൻ വീടിനകത്ത് വീണു. നടുവടിച്ചാണ് വീണത് 12ാമത്തെ വയസ്സിൽ. അന്ന് തൻ്റെ നടുവിന് വല്ലാത്ത വേദന തുടങ്ങി. അത് ഇടയ്ക്കിടയ്ക്ക് വരും, വല്ലാത്ത പ്രശ്നമായിരുന്നു. അങ്ങനെ മാറി മറിച്ചൊക്കെ വരുമായിരുന്നു. നീണ്ട 27 വർഷം ഉള്ള ഒരു പ്രശ്നമായിരുന്നു. ഈ സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്: അതിനുശേഷം താൻ ഡോക്ടറുടെ അടുക്കൽ പോയി കണ്ടു. പക്ഷേ ഡോക്ടർ ബെൽറ്റ് ഇടാനും അങ്ങനെയെല്ലാം പറഞ്ഞിരുന്നു. അതൊന്നും ചെയ്തില്ല. ആയുർവേദ മരുന്നുകൾ, കുഴമ്പ് പിടിക്കലും ചൂട് പിടിക്കലും എല്ലാമായിരുന്നു. കുഴമ്പിട്ട് തിരുമലും എല്ലാം ചെയ്തിരുന്നു. പക്ഷേ ഒന്നിനൊരു കുറവുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 4 വർഷം ആയിട്ട്, ഈ അടുത്ത 4 വർഷത്തോളമായിട്ട് വേദന അതികഠിനമായി തീർന്നു. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കുനിയാൻ പറ്റത്തില്ല, നിവരാൻ പറ്റത്തില്ല, കുനിഞ്ഞുള്ള ജോലികൾ ചെയ്യാൻ പറ്റത്തില്ല. ആദ്യമൊക്കെ അതൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ഈ 4 വർഷമായിട്ട് കിടക്കുമ്പോൾ പ്രശ്നം, വല്ലാതെ വേദനയിൽ താൻ വല്ലാതെ പുളയുകയായിരുന്നു. പക്ഷേ സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്: യാദൃച്ഛികമായിട്ട് താൻ രാവിലെ TV ഓൺ ചെയ്തപ്പോഴാണ് ബ്ലെസ്സിംഗ് ടുഡേ എന്നുള്ള നമ്മുടെ പ്രാർത്ഥനാ പ്രോഗ്രാം കണ്ടത്. അങ്ങനെ അത് അന്ന് മുതൽ സ്ഥിരമായി കാണുമായിരുന്നു. ഈ വർഷം ജൂലൈ മാസം 2-ാം തീയതി താൻ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡാമിയൻ ബ്രദർ ഇപ്രകാരം പറഞ്ഞു:
ഇങ്ങനെയാണ് പറഞ്ഞത്. അൽഫോൺസ എന്നു പേരുള്ള ഒരു സഹോദരിയുടെ നടുവിനുള്ള പ്രശ്നത്തെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് രാമൻ ബ്രദർ അന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ അത് പറഞ്ഞു. അൽഫോൺസ എന്നു പേരുള്ള ഒരു സഹോദരി നട്ടലിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് ആ ഡിസ്കുകൾക്ക് തകരാറ് സംഭവിച്ചിട്ട് തീരെ താഴെയുമല്ല മുകളിലുമല്ല നടുഭാഗത്തായിട്ട് നട്ടലിന് തകരാറുള്ള അൽഫോൺസ, യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരി ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആ സമയത്ത് സിസ്റ്റർ അത് കേട്ടു, തൻ്റെ അകത്തേക്ക് ഒരു വിശ്വാസം വന്നു. ആ സമയത്ത് സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, ആ പ്രാർത്ഥന തൻ്റെ പേര് വിളിച്ച് പറയുന്ന സമയത്ത് തൻ്റെ ശരീരത്തിലേക്ക് എന്തോ ഒരു കുളിരിറങ്ങുന്നത് മാതിരി എന്തോ ഒരു പ്രത്യേകമായ ഒരു അനുഭവം തനിക്കുണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷേ ജൂലൈ 2-ാം തീയതിക്ക് ശേഷം പിന്നീട് ഇതുവരെയായിട്ട് തൻ്റെ നീണ്ട 27 വർഷമായുള്ള ആ നടുവേദന അത് പിന്നീട് വന്നിട്ടില്ല. തനിക്ക് കുനിഞ്ഞു നിന്ന് ജോലിയെടുക്കാം, തനിക്ക് സ്റ്റെപ്പുകൾ കയറാം. കാരണം നടക്കുമ്പോഴെല്ലാം വല്ലാതെ പ്രശ്നമായിരുന്നു. തനിക്ക് കിടക്കാം. ഇപ്പോൾ രാത്രിയിൽ വളരെ സമാധാനത്തോടു കൂടിയാണ് താൻ കിടന്നുറങ്ങുന്നത്. കഴിഞ്ഞ 4 വർഷങ്ങൾ അതൊന്നും അതികഠിനമായിരുന്നു. അതൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ 4 വർഷങ്ങൾ സിസ്റ്റർക്ക് ചെയ്യാൻ പറ്റാതെ ആയിട്ടുണ്ടായിരുന്നു? കുനിഞ്ഞണ്ട് വെള്ളം തുണിയൊന്നും അല്ല കൂരാനൊന്നും പറ്റിയില്ലായിരുന്നു. കുനിഞ്ഞ പണികളൊന്നും ചെയ്യാൻ പറ്റില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. ഉറങ്ങുമ്പോ എന്തായിരുന്നു? നേരെ കിടക്കാനൊന്നും പറ്റത്തില്ല. നേരെ കിടക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ സിസ്റ്റർ കിടന്നിരുന്നേ? ചരിഞ്ഞേ കിടക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ 4 വർഷം സിസ്റ്റർ ഇങ്ങനെ ചരിഞ്ഞാണ് കിടന്നിരുന്നത്. അതികഠിനമായ വേദന. ഈ 4 വർഷത്തിനിടയ്ക്ക് എന്തെല്ലാം മരുന്നുകൾ പിന്നെയും ചെയ്തായിരുന്നു സിസ്റ്റർ? ഹോമിയോ കഴിച്ച്, ആയുർവേദം കഴിച്ച്, ഇംഗ്ലീഷ് മരുന്നൊക്കെ ഒത്തിരി കഴിച്ചത്. ഹോമിയോ കഴിച്ചു, ആയുർവേദം കഴിച്ചു, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു. ഇപ്പൊ ഏകദേശം 1 മാസമായി. ഇപ്പൊ എങ്ങനെയാ കിടന്നുറങ്ങുന്ന രാത്രി? ഇപ്പൊ നേരെ കിടന്നൊക്കെ ഉറങ്ങാം, ഒരു കുഴപ്പമില്ല. സ്റ്റെപ്പ് കയറാൻ കുഴപ്പമില്ല, മുറ്റം തൂക്കിയൊക്കെ ചെയ്യും, മുറ്റം തൂക്ക, കുനിഞ്ഞുള്ള പണികൾ ചെയ്യും. ഒന്ന് ഇവരൊക്കെ ഒന്ന് ഇവരുടെ വിശ്വാസമൊന്ന്. വേദന ഉണ്ടോ സിസ്റ്റർക്ക്? ഒരു വേദനയില്ല. ഈ തൊട്ടരിയിൽ നിൽക്കുന്ന തന്റെ മകളാണ്. ആ മകളോടും കൂടി ഒന്ന് ചോദിച്ചാൽ. മോളെന്ന് പറഞ്ഞു, ഈ കഴിഞ്ഞ 4 വർഷം എന്തായിരുന്നു അമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് കുനിയാനൊന്നും പറ്റത്തില്ലായിരുന്നു, മുറ്റം അടിക്കാൻ കൂടി പറ്റത്തില്ല. ആ മോള് കരയുക. ആ മോൾക്ക് അവൾ അനുഭവിച്ചത്, അവളുടെ അമ്മയുടെ ജീവിതത്തിൽ അമ്മ പ്രയാസപ്പെടുന്ന അവൾ കണ്ടത് കൊണ്ടാ അവൾ അങ്ങനെ പറയുന്നത്. എന്നിട്ട് വീട്ടിലെ പണികളൊക്കെ എങ്ങനെയാണ് ചെയ്തിരുന്നത്? ആരൊക്കെ, ഒറ്റയ്ക്കാണോ ചെയ്തിരുന്നത് അല്ലെങ്കിൽ എല്ലാവരും കൂടെ ചേർന്നാണോ? അപ്പച്ചൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അമ്മയൊക്കെയാണ് വീട്ടിലെ പണികളെല്ലാം ചെയ്തിരുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് അങ്ങനെയായിരുന്നു. ഇപ്പം ഈ കഴിഞ്ഞ 1 മാസമായിട്ട് എങ്ങനെയാ മോളെ വീട്ടില്? അമ്മ തന്നെ എല്ലാ പണിയും ചെയ്യുന്നു. അമ്മ തന്നെ എല്ലാ പണിയും ചെയ്യുന്നത്. യേശുവിൻ്റെ സൗഖ്യം ഇങ്ങനെ. യേശു ഒരു വ്യക്തിയെ തൊട്ടാൽ ബൈബിൾ പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും ആ അസുഖം വരാത്തതുപോലെ ഒരു പൂർണ്ണ സൗഖ്യം നൽകുന്നവനാണ് കർത്താവ്. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. യേശു കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിനു മാത്രമല്ലാതെ മറ്റാർക്കും തരുവാൻ കഴിയാത്ത അവൻ്റെ രക്ഷ നമ്മുടെ സ്വന്തമായി തരികയാണ്. ഈ രക്ഷ എന്നതിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. ആത്മീയമായ നമ്മുടെ വിടുതൽ, ആത്മീയമായ നമ്മുടെ നിത്യജീവൻ, കൂടാതെ ഭൗതികമായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമുള്ള സകലവും ഈ രക്ഷയുടെ അകത്തുണ്ട്. ഹല്ലേലൂയ. കാരണം ആത്മീയ കാര്യങ്ങളെയും ഭൗതിക കാര്യങ്ങളെയും യേശുവിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധ്യമല്ല. അതേ യേശുവിൽ നിന്നാണ് നമുക്ക് ഭൗതിക അനുഗ്രഹങ്ങളും ആത്മീയ അനുഗ്രഹങ്ങളും വരുന്നത്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വചനത്തിൽ പറയുന്നത്, മുൻപേ അവൻ്റെ നീതിയും രാജ്യവും അന്വേഷിക്കുക, അതോടുകൂടെ ഇതെല്ലാം നിനക്ക് ലഭിക്കും. ഹല്ലേലൂയ. എബ്രായ ലേഖനം 10-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വചനങ്ങൾ നമുക്കിനി വായിച്ചു കേൾക്കാം. ആകയാൽ ലോകത്തിലേക്ക് വന്നപ്പോൾ, ആകയാൽ യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, ശ്രദ്ധിച്ചു കേൾക്കുക, വായിക്കാം. യാഗവും വഴിപാടും അങ്ങ് ആഗ്രഹിച്ചില്ല. യാഗമോ വഴിപാടോ അങ്ങ് ആഗ്രഹിച്ചില്ല, എന്നാൽ ഒരു ശരീരം അങ്ങ് എനിക്ക് ഒരുക്കിയിരിക്കുന്നു. എന്നാൽ യേശു പറയുകയാണ്, പിതാവിനോട് പറയാ, അങ്ങ് എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. യേശുവിൻ്റെ അമ്മയായ മറിയയിൽ നിന്നും ഉടലെടുത്ത, അല്ലെങ്കിൽ ആ ശരീരത്തിന് പുറത്തേക്ക് വന്ന വചനം മാംസമായി തീർന്ന ആ ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ശരീരം നീ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഓക്കെ. ഹോമയാഗങ്ങളിലും പാപയാഗങ്ങളിലും അങ്ങ് പ്രസാദിച്ചില്ല. ദൈവം ഒരിക്കലും ഹോമയാഗങ്ങളിലും
പാപയാഗങ്ങളിലും അല്ല പ്രസാദിക്കുന്നത്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. യേശു വരുന്നതിന് മുൻപ് തന്നെ പുസ്തക ചുരുളുകളിൽ യേശുവിനെ കുറിച്ച് പ്രവാചകന്മാർ നൂറ്റാണ്ടുകളായി എഴുതി വച്ചിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വചനം മുതൽ, അതാണ് ആദ്യത്തെ യേശുവിനെ കുറിച്ചുള്ള പ്രവചനം. അത് മുതൽ ഇങ്ങോട്ട് ഒത്തിരി 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 പ്രവാചക പുസ്തകങ്ങളിൽ യേശുവിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാം. ദൈവമേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. എന്തിനു വേണ്ടിയാണ് യേശു വന്നത്? പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. അതുപോലെ ഇന്ന് ഈ തലമുറയിൽ ജീവിക്കുന്ന നാം എന്താണ് ചെയ്യേണ്ടത്? പിതാവിൻ്റെ ഇഷ്ടം ഭൂമിയിൽ വെച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. ഓൾറൈറ്റ്, വായിക്കാം. ന്യായപ്രമാണ പ്രകാരം അനുഷ്ഠിച്ചു പോകുന്ന യാഗങ്ങളും വഴിപാടുകളും ഹോമയാഗങ്ങളും പാപയാഗങ്ങളും അവിടുന്ന് ആഗ്രഹിച്ചില്ല. ദൈവം ഈ പറഞ്ഞ യാഗങ്ങളൊന്നും പഴയ നിയമത്തിൽ പുരോഹിതന്മാർ അർപ്പിച്ചുകൊണ്ടിരുന്ന യാഗങ്ങളിലൊന്നുമല്ല അവൻ പ്രസാദിക്കുന്നത്. വായിക്കാം. എന്ന് പ്രസ്താവിച്ച ശേഷം, ഇതാ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വന്നിരിക്കുന്നു. ഇതാ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് കർത്താവ് ഇത് ചെയ്തത്? നമ്മെ പാപത്തിൽ നിന്നും വീണ്ടെടുത്ത് ദൈവത്തിന് മാത്രമല്ലാതെ മറ്റാർക്കും തരുവാൻ കഴിയാത്ത രക്ഷ നമുക്ക് നൽകുവാൻ വേണ്ടി. ഒരു കാര്യം വ്യക്തമായി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരല്ലാതെ ഒരാൾ പോലും ഇന്ന് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്നിട്ടില്ല. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ടുവന്നതാണ്. എന്തിനു വേണ്ടി? ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്ന രക്ഷ ഒരു സമ്മാനമായി, സൗജന്യമായി നിങ്ങളുടെ കുടുംബത്തിന് നൽകുവാൻ. ഞാനിവിടെ നിന്നുകൊണ്ട് ആത്മാവിൽ പ്രവചിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് ഈ ദൈവത്തിൻ്റെ രക്ഷയെ ആലിംഗനം ചെയ്യുന്ന, കൈനീട്ടി സ്വീകരിക്കുന്ന വ്യക്തികളിൽ ഇന്ന് മുതൽ ആ ഭവനങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങും. അവസ്ഥകൾക്ക് വ്യത്യാസം വരും, അന്തരീക്ഷത്തിൽ വ്യത്യാസം വരും, ഉള്ളിൽ തന്നെ വ്യത്യാസം വരും, പ്രാർത്ഥനാ ജീവിതത്തിൽ വ്യത്യാസം വരും, സാമ്പത്തിക അവസ്ഥകൾക്ക് വ്യത്യാസം വരും. കാരണം നിന്റെ ഭവനത്തിൻ്റെ ആ കേന്ദ്ര ഭാഗത്തേക്ക് യേശു കർത്താവ് കാലെടുത്തു വച്ചിരിക്കുക. വീടിനകത്ത് കർത്താവ് കാൽ ചവിട്ടി. സക്കായിയുടെ വീട്ടിൽ കാൽ ചവിട്ടിയതുപോലെ നിന്റെ വീട്ടിൽ ഇന്ന് കർത്താവ് കാൽ ചവിട്ടിക്കഴിഞ്ഞു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. ഒരു വചനം കൂടെ നമ്മൾ വായിക്കാൻ പോവുകയാണ്. എഫെസ്യ ലേഖനം 2:13 വചനം. എന്നാൽ മുൻപ് ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിന്റെ രക്തത്താൽ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ക്രിസ്തുവേശുവിൽ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. ദൈവത്തിൽ നിന്നും അകന്ന് ജീവിച്ചിരുന്ന നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിച്ചത് യേശു കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താലാണ്. കൈകൾ ഉയർത്തിക്കൊണ്ട് പറയാം, യേശു കർത്താവിൻ്റെ രക്തം എന്നെ ദൈവത്തിലേക്ക് അടുപ്പിച്ചിരിക്കുന്നു. എന്താണ് നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിച്ചത്? യേശു കർത്താവ് കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തമാണ്. ഒരിക്കലും ജീവിതത്തിൽ മറക്കരുത്. ഹല്ലേലൂയ. വളരെ സ്പെഷ്യലായി ഒരു കാര്യം പറയുവാനാണ് ഈ സന്ദേശത്തിൻ്റെ ഇടയിൽ ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2-3 വർഷങ്ങൾ കൊണ്ട് ഈ ബ്ലെസ്സിങ് ടുഡേ ലോകം എമ്പാടും അനേക ലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കത്തുകളിലൂടെയും അല്ലാതെയും സാക്ഷ്യങ്ങളിലൂടെയൊക്കെ അറിയുമ്പോൾ കർത്താവിനോട് ഞങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞുകൂടാ. മാത്രമല്ല, ഇതിനെ സ്പോൺസർ ചെയ്യുവാൻ 100 കണക്കിന് പേർ എല്ലാ ദിവസവും മുന്നോട്ട് വരുന്നതും വലിയൊരു പ്രോത്സാഹനമാണ്. അപ്പോൾ തന്നെ ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ നമ്മുടെ 1000ാമത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ്. എന്നാൽ അതിനു മുൻപ് തന്നെ ബ്ലെസ്സിങ് ടുഡേയിലെ ടീം പല പ്രാവശ്യം ഇരിക്കുകയും പ്ലാൻ ചെയ്യുകയെല്ലാം ചെയ്യുമ്പോൾ എങ്ങനെ ഇതിനെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു പ്രോഗ്രാമാക്കി മാറ്റാം എന്ന് ഇപ്പോൾ ചിന്തിക്കുകയും അതുപോലെ പ്ലാൻ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം, നിങ്ങൾ തുടർച്ചയായി ബ്ലെസ്സിങ് ടുഡേ കാണുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഉള്ളിൽ പല നിർദ്ദേശങ്ങളുണ്ടായിരിക്കും, സജഷൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം, ഈ പ്രോഗ്രാം കൂടെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു,
ഇങ്ങനൊരു വ്യത്യാസം വരുത്തിയത് നിങ്ങൾക്കുള്ളായിരുന്നു. അങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും, വളരെ വിലപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും അടുത്ത ഒരാഴ്ചക്കകം ബ്ലെസ്സിങ് ടുഡേ ഓഫീസിൽ എത്തത്തക്ക രീതിയിൽ കത്ത് വഴിയായോ അല്ലെങ്കിൽ SMS വഴിയായോ ഫോൺ വിളിച്ചോ അതല്ലെങ്കിൽ suggestions@blessingtoday.tv എന്ന ഇമെയിലായിരിക്കും വളരെ എളുപ്പം. അത് സാധിക്കുന്ന എല്ലാവരും അത് ചെയ്യുക. വേഗത്തിൽ തന്നെ നമുക്ക് അത് ഡിസ്ക്രിപ്റ്റീവായി നിങ്ങൾക്ക് എഴുതുകയും ചെയ്യാം. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പരിഗണിച്ച് അതിൽ സാധിക്കാവുന്നതെല്ലാം ചെയ്ത് ഈ ബ്ലെസ്സിങ് ടുഡേ കൂടുതൽ പേർക്ക് അനുഗ്രഹമായി മാറ്റുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എത്രയും വേഗം ഇതിനോട് റെസ്പോണ്ട് ചെയ്യുക. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചപ്പോൾ ആ രക്തം വലിയ വടങ്ങൾ കൊണ്ട് കെട്ടി വലിച്ച് നമ്മെ സ്വർഗീയ പിതാവിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിലെത്തിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇനി വേറെ ഒന്നിനും നമ്മെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും വലിച്ചു കൊണ്ടുപോകാൻ സാധ്യമല്ല. റോമാലേഖനം 8-ാം അധ്യായം അവസാനത്തെ വചനങ്ങൾ പറയുന്നത്, ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആർ? ഈ ലോകത്തിലുള്ളതിനോ വരുവാനുള്ളതിനോ, പട്ടിണിക്കോ രോഗത്തിനോ ആപത്തിനോ ഏതെങ്കിലും ദൂതന്മാർക്കോ ഒന്നിനും നമ്മെ ദൈവത്തിൽ നിന്നും പിരിച്ചു കൊണ്ടുപോകാൻ സാധ്യമല്ല. വേറൊരു ഭാഗത്ത് യേശു പറയുന്നത്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ആരും അവയെ എന്നിൽ നിന്നും പിടിച്ച് പറിച്ച് വലിച്ച് കൊണ്ടുപോകുകയുമില്ല. ഒരിക്കൽ കർത്താവിൻ്റെ അടുക്കലെത്തിയാൽ അവൻ നിന്നെ കെട്ടിപ്പുണർന്ന് ആർക്കും വിട്ടുകൊടുക്കാതെ തൻ്റെ സ്വന്തമാക്കി മാറ്റും. കരങ്ങൾ ഉയർത്തി വീശി ഹല്ലേലൂയ പറയാം. ശക്തിയോടെ ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വചനം കൂടെ നമുക്ക് വായിക്കാം. ഏശയ്യാവിൻ്റെ പുസ്തകം 60-ാം അധ്യായം ആദ്യത്തെ 2 വചനങ്ങൾ. ഏശയ്യാവിൻ്റെ പുസ്തകം 60, 1-2 വചനങ്ങൾ കൂടെ ഈ സമയത്ത് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. എഴുന്നേറ്റു പ്രകാശിക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഇത് ചിലരോട് കർത്താവ് ഒരു പ്രത്യേക സന്ദേശമായി പറയുകയാണ്. ഇതുവരെ ഇരുളടഞ്ഞ് ജീവിതത്തിൽ മ്ലാനതകളും നിരാശയും വന്ന് ഇനി എനിക്കൊരു ഭാവിയുണ്ടോ എന്ന് ചിന്തിച്ച് പലപ്പോഴും വിഷണ്ണ മനസ്സോടെ ജീവിച്ചെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു സന്ദേശമായി പറയുകയാണ്, ഈ എഴുന്നേറ്റ് പ്രകാശിക്കാൻ തുടങ്ങുക. എറൈസ് ആൻഡ് ഷൈൻ. വായിക്കാം. യഹോവയുടെ തേജസ്സും, ദൈവത്തിൻ്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. നിന്റെ മേൽ ഒരു പ്രഭാത സൂര്യനെ പോലെ ഉദിച്ചു വന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു, തേജസ് നിന്റെ മേൽ വന്നിരിക്കുന്നു. വായിക്കാം. ഇതാ അന്ധകാരം ഭൂമിയെയും, ഇതാ അന്ധകാരം എന്ന് വെച്ചാൽ ആത്മീയമായ ഒരു അന്ധകാരം ഭൂമിയെയും, കൂരിരുട്ട് ജനതകളെയും മൂടുന്നു. കൂരിരുൾ അതിൽ പാർക്കുന്ന ജനങ്ങളെയും മൂടിയിരിക്കുകയാണ്. നിന്റെ മേലോ യഹോവ ഉദിക്കും. കർത്താവിൻ്റെ പ്രകാശം ഉദിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8:12 വചനത്തിൽ പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ പ്രകാശം ഇന്ന് ഈ വചനം കേട്ടപ്പോൾ, കർത്താവിനെ സ്വീകരിച്ചപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മേൽ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൽ നിന്നുള്ള രക്ഷ സ്വീകരിക്കുവാനായി ആകെ ചെയ്യേണ്ടതായി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് റോമാലേഖനം 10:9 വചനത്തിൽ പറയുന്നത്, ഹൃദയത്തിൽ വിശ്വസിച്ച് വായ്കൊണ്ട് ഏറ്റുപറയുക. ബിലീവ് ഇൻ യുവർ ഹാർട്ട് ആൻഡ് കൺഫസ് വിത്ത് യുവർ മൗത്ത്. ഹൃദയത്തിൽ വിശ്വസിച്ച് വായ്കൊണ്ട് ഏറ്റുപറയുക. വളരെ സിമ്പിൾ. കർത്താവിൻ്റെ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ചിലർ വിചാരിക്കും, ഇത്രയും വർഷം ഒത്തിരി പാപങ്ങളൊക്കെ ചെയ്ത വ്യക്തിയാണ്, അതുകൊണ്ട് അതിൻ്റെ പ്രായച്ചിത്തങ്ങളൊക്കെ ഒന്ന് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പരിഹാരം ചെയ്ത ശേഷമല്ലേ ദൈവത്തിൻ്റെ രക്ഷ കിട്ടൂ. പക്ഷേ ബൈബിൾ പറയുന്നു, യേശു നമുക്ക് വേണ്ടി പാപത്തിൻ്റെ സകല പരിഹാരവും ചെയ്ത് തീർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. നാമായി ഇനി ഒരു പ്രായച്ചിത്വം ചെയ്യണ്ട. ചെറുപ്പകാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഞാൻ പഠിച്ചു വെച്ച രീതികളനുസരിച്ച് ചില പാപങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് പ്രായച്ചിത്തം ചെയ്യണമെന്ന് വിചാരിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യും.
അപ്പോൾ വിചാരിക്കും ഈ പ്രായച്ചിത്തൊക്കെ ചെയ്തതുകൊണ്ട് ദൈവം എന്നോട് ക്ഷമിച്ച് കാണും, അപ്പോഴും ഉറപ്പില്ല. എന്നാൽ ബൈബിൾ എന്താ പറയുന്നത്? നമുക്കാർക്കും പാപത്തിൻ്റെ പ്രായച്ചിത്തം വരുത്താൻ സാധ്യമല്ല. ദൈവം അത് സ്വീകരിക്കുന്നില്ല. പകരം യേശു ആദാം മുതൽ ഇങ്ങോട്ടുള്ള സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ പ്രായച്ചിത്തം കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി കൊടുത്തു. ഇനി നാം ആരും അത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ചെയ്യേണ്ടത് യേശു എനിക്ക് വേണ്ടി അത് കൊടുത്തു എന്ന് ഇപ്പോൾ ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മതി. വിശ്വസിക്കുക മാത്രമല്ല, വായി കൊണ്ട് ഏറ്റുപറയുക, ഈ യേശു എൻ്റെ കർത്താവാണ്, എൻ്റെ രക്ഷകനാണ് എന്ന് ഏറ്റുപറയുമ്പോൾ ആ രക്ഷ നമ്മുടെ സ്വന്തമായി മാറുകയാണ്. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ ഈ സ്ക്രീനിലേക്ക് കൈനീട്ടിക്കൊണ്ട് ഒരുമിച്ച് ഐക്യതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ വിടുതലുകൾ നടക്കട്ടെ. ആസ്മ രോഗം ബാധിച്ച ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ ഓർമ്മയ്ക്ക് ഭയങ്കരമായ എന്തൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. അതുപോലെ കാഴ്ചശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഐ പ്രേ ഫോർ ദ റെസ്റ്റോറേഷൻ ഓഫ് ഐസൈറ്റ് ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അതുപോലെ ഹാർട്ടിൻ്റെ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഗോൾ ബ്ലാഡർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകാൻ തുടങ്ങട്ടെ ഇൻ ജീസസ് നെയിം. കിഡ്നി സ്റ്റോണുകൾ സൗഖ്യമാകട്ടെ. നട്ടലിൻ്റെ തകരാറുകൾ, അതിഭയങ്കരമായ നടുവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ചില സഹോദരന്മാർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതകരമായ വിടുതൽ അവിടെ നടക്കട്ടെ. എല്ലാ ക്യാൻസർ ബാധിച്ച ശരീരങ്ങളും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യവും വിടുതലും പ്രാപിക്കട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ TB രോഗം, ക്ഷയരോഗം യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുന്നു ഇൻ ജീസസ് നെയിം. ബ്ലഡ് ക്യാൻസർ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഈ സമയത്ത് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ളവർ കൈനീട്ടി വിശ്വസിക്കുക. യേശുവിൻ നാമത്തിൽ എത്രയും വേഗം ഒരു ഗുഡ് ന്യൂസ് അവർ കേൾക്കട്ടെ ഇൻ ജീസസ് നെയിം. താങ്ക് യു ഫാദർ. അതുപോലെ പല പ്രാവശ്യം ഒരു പരീക്ഷ എഴുതിയിട്ടും പാസ്സാകാതെ വല്ലാതെ പ്രയാസപ്പെടുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് ഐ റിലീസ് എ സ്പിരിറ്റ് ഓഫ് സക്സസ് ഇൻ ടു ദെയർ ലൈഫ്. താങ്ക് യു ജീസസ്. അതുപോലെ വിവിധ രീതിയിലുള്ള അഡിക്ഷനുകൾ മാറിപ്പോവുകയാണ്. മദ്യപാനം, പുകവലി, ഡ്രഗ്സ് തുടങ്ങിയത് ആ ദുശീലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകും. അപ്പോൾ തന്നെ പോണോഗ്രാഫിക് വെബ്സൈറ്റുകളും അശ്ലീല ചിത്രങ്ങൾ അത് കണ്ട് അതിൽ അഡിക്റ്റായിരിക്കുന്ന ചില വ്യക്തികൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്ന് അവർ പുറത്തു വരട്ടെ ഇൻ ജീസസ് നെയിം. In Jesus' name, any kind of addiction, I break it in the mighty name of Jesus. Thank you, Lord. അതുപോലെ സാമ്പത്തികമായ വിടുതലുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. കടബാധ്യതയിൽ മുങ്ങിത്താഴുന്ന കുടുംബങ്ങൾ, ഒരുപക്ഷെ കുടുംബമായി ആത്മഹത്യ ചെയ്യണമെന്ന് വരെ പ്ലാൻ ചെയ്തിരിക്കും. ചിലരൊക്കെ ചില കുറിപ്പെഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവ് അത്ഭുതകരമായൊരു വഴി നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ ആഗ്രഹിക്കുന്നു. ആത്മഹത്യ അല്ല പരിഹാരം, യേശുവാണ് പരിഹാരം. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ഫാദർ. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവേ, നീ കേട്ടതിനാൽ നന്ദി പറയാം. ജനത്തെ അനുഗ്രഹിച്ചതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്ന് റാന്നിയിലാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. എല്ലാവരെയും പ്രത്യേകിച്ച് അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒറ്റയ്ക്ക് വരരുത്, പലരെയും കൂട്ടിക്കൊണ്ടുവരണം. മാത്രമല്ല ഒരുമിച്ച് വന്ന് അനുഗ്രഹം പ്രാപിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ എന്താണെന്ന് കേൾക്കുവാൻ ഒത്തിരി പേരെ കർത്താവ് തൊട്ടിട്ടുണ്ടെന്നറിയാം. ചിലർ മറച്ചു വയ്ക്കും, ആളുകളൊക്കെ അത് കാണുമല്ലോ. ഒരിക്കലും ചെയ്യരുത്. കർത്താവിൻ്റെ മഹത്വത്തിനായി, മറ്റുള്ളവരുടെ വിശ്വാസത്തിനായി വന്ന് നിങ്ങൾ സാക്ഷീകരിക്കുക. അതുപോലെ തന്നെ നാളത്തെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് കിളിമാനൂരിലാണ്. അവിടേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ, എൻ്റെ പ്രാർത്ഥനാ ഡയറി, ആശിഷമാരി, സെർമൺ നോട്ട് കീപ്പർ, ആരാധന ഗീതങ്ങളുടെ പുസ്തകം, വിദ്യാർത്ഥികൾക്കായിട്ടുള്ള വിനേഴ്സ് ഫാക്ടറി, അതുപോലെ നിരവധി സന്ദേശങ്ങളുടെ CD-കൾ, ഇതെല്ലാം നിങ്ങൾക്ക്
അവൈലബിൾ ആണ്. ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ നിങ്ങൾക്കത് കരസ്ഥമാക്കാൻ കഴിയും. അതുപോലെ തന്നെ സ്ക്രീനിലെ നമ്പറിൽ വിളിച്ചാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ലഭ്യമാക്കാൻ കഴിയുന്നത് എന്നുള്ള വിവരം നിങ്ങൾക്ക് ലഭിക്കും. കർത്താവ് ഒത്തിരി ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല എല്ലാ ഞായറാഴ്ചയും പല പല സ്ഥലങ്ങളിൽ നടക്കുന്ന ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും തുടർച്ചയായി വന്ന് ദൈവവചനം കേട്ട് അനുഗ്രഹത്തിൽ വിടുതലിൽ വളരുവാൻ മുന്നോട്ട് പോകാൻ എല്ലാവരെയും യേശു കർത്താവ് ക്ഷണിക്കുകയാണ്. അടുത്ത തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. Today I'm going to speak to you about benefits of the favor of the Lord. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ദൈവത്തിന്റെ പ്രസാദത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. ബൈബിളാനിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് യേശുവിനോട് ചോദിച്ചത് ആര്? ഹു ആസ്ക്ഡ് ജീസസ്, ഈസ് ഇറ്റ് റൈറ്റ് ടു പേ ടാക്സസ് ടു സീസർ ഓർ നോട്ട്? ഓപ്ഷൻസ്: എ സദൂക്യർ, ബി കപടഭക്തിക്കാർ, സി പരീശന്മാർ, ഡി ഹെരോദ്യർ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് ഓൺ ബോക്സ് നൽകുന്ന പ്രത്യേക സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്.